ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഇനി എന്ത് വന്നാലും ശരി, ഗായത്രി അമ്പലയും തുളസി നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. മാധവേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്ത് ചെയ്യാൻ? ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ഇനി ബലമായിട്ട് കൊണ്ടുപോകാനാണെങ്കിൽ കോടതിയിലും പോലീസിന്റെ സഹായം തേടണം, അത്ര തന്നെ. അങ്ങനെ സഹായം തേടേണ്ടിയിരുന്നത് ഇപ്പോഴല്ലേ ഗായത്രി, കുറെ മുമ്പ്. കൃത്യമായിട്ട് പറഞ്ഞ 16 വർഷം മുമ്പ് പള്ളിക്കുടത്തിൽ പഠിക്കുന്ന മാധവൻകുട്ടി എന്ന കൊച്ചു പയ്യന്റെ കയ്യിൽ ഈ നിൽക്കുന്ന അമ്പളിയെ പ്രസവിച്ചിട്ടിട്ട് നിങ്ങളുടെ അമ്മ പോയില്ലേ അന്ന്. അതിനു മുമ്പ് നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ അച്ഛൻ പടിയിറങ്ങി പോയില്ലേ അന്ന്. ഒരാളും ഉണ്ടായിരുന്നില്ലല്ലോ അന്നൊന്നും നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും. ഇപ്പൊ പോലീസ് വേണം, കോടതി വേണം. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടാൻ നിങ്ങളൊക്കെ തപത്തിരിക്കണം, തപത്ത്. നിങ്ങൾക്ക് വേണ്ടിയല്ല ഒരു നിമിഷം അയാൾ ജീവിച്ചിട്ടുണ്ട്. അയാൾക്കൊരു ഭാര്യ വേണം, കുടുംബം വേണം, കുട്ടികൾ വേണം എന്നൊരിക്കലെങ്കിലും അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? നശിക്കുകയാണ് മനുഷ്യൻ. നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണ് മനുഷ്യൻ. വിട്ടുതരില്ല, എന്റെ കുട്ടികളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. എന്റെ എല്ലാമാണ് അവര്. അവരില്ലാണ്ട് ഒരു നിമിഷം പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല. അവരില്ലാണ്ട് ഒരു ജീവിതം എനിക്കില്ല.